മോഹൻലാലിനെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് തരുൺമൂർത്തി കാണിച്ചു തന്നിട്ടുണ്ട് ഇതിനകത്ത്. പൃഥ്വിരാജിൻ്റെ അടുത്ത് മുരളി ഗോപിയുടെ അടുത്തൊക്കെ പോയി ഒരു ട്യൂഷൻ എടുക്കാൻ പറയുന്നത് ഇതിനകത്ത്. ഈ വാത്താളം അടിക്കുന്നതല്ല സിനിമ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രികളിലും തമിഴ്നാട്ടിലും മറ്റേ കർണാടകയിലും പോയി ഇൻ്റർവ്യൂ കൊടുത്തിട്ട് സിനിമ ഉണ്ടായിക്കൊണ്ട് പറഞ്ഞല്ല. ഇതാണ് സിനിമ. സിനിമ എന്താണെന്ന് പ്രേക്ഷകർ പറയും കണ്ടിട്ട്. കോട്ടിട്ട കോമാളത്തിനും കാണിക്കുന്ന ലാലേട്ടനല്ല നമുക്ക് ആവശ്യം. ലൂസിഫറിൽ അത്രയില്ല. എമ്പുരാനിൽ എനിക്ക് മോശമായിട്ടുള്ള ഇൻ്റർവ്യൂ ആണ് ഞാൻ കൊടുത്തത്. എമ്പുരാനൊക്കെ ഇതിന്റെ മുക്കിൽ എന്താണ് എമ്പുരാൻ പടമായിട്ട് ചിന്തിക്കാനേ പറ്റില്ല. കുറെ പടങ്ങൾ സലാറും KGF ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. എമ്പുരാനൊന്നുമല്ല, പിക്ചർ എന്ന് പറഞ്ഞാൽ കോടികൾ കയറും. വെടിയും വേണ്ട, പുകയും വേണ്ട, ഒന്നും വേണ്ട. ഇതാണ് നമ്മൾ ആഗ്രഹിച്ച ലാലേട്ടൻ. എമ്പുരാനിൽ നിന്ന് എന്താണോ എക്സ്പെക്ട് ചെയ്ത് അത് മൂവി ഡെലിവർ ചെയ്തിട്ടുണ്ട്. ലാലേട്ടനെ കുറേ നാൾക്ക് ശേഷം ഭയങ്കര സെറ്റായിട്ട് കാണാൻ പറ്റി. വെരി ഹാപ്പി. താങ്ക് യു തരുൺമൂർത്തി, താങ്ക് യു. സെറ്റാണ്. അടിപൊളിയാണ്. കിടിലൻ മൂവിയാണ്. കിടിലൻ എടുത്തിട്ടുണ്ട്. ലാലേട്ടൻ ഭയങ്കര കിടിലൻ അഭിനയമാണ്. ഒന്നും പറയില്ല. നമുക്ക് ഇങ്ങനെ കണ്ടിരുന്ന് പോകും. അവസാനത്തെ ഒരു അരമുക്കാൽ മണിക്കൂറാണ് ശരിക്കും കയറി എലവേറ്റ് ചെയ്യുന്നത്. പൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. സൂപ്പർ പടം ബ്രോ, നല്ല പടം. ഒരു എക്സ്ട്രാ റെസ്പോൺസ് വരുന്ന ഒരു പടം തന്നെ ആയിരിക്കും. മോഹൻലാലിൻ്റെ പെർഫോമൻസ് ആണ് എടുത്ത് പറയേണ്ടത്. സെക്കൻഡ് ഹാഫ് നാശമൊക്കെ സൂപ്പറായിട്ടുണ്ട്. നാശം കൊള്ളാം. പഴയ ലാലേട്ടൻ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഇതാണ് പടം. ഗംഭീര സിനിമ. എനിക്ക് ഇഷ്ടപ്പെടുന്ന പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടിയ സന്തോഷം. സത്യം. എമ്പുരാനൊന്നും അല്ല, ഇതാണ് പടം. എമ്പുരാനൊക്കെ ഇതിന്റെ മുക്കിൽ എന്താണ് പടം? എമ്പുരാൻ പടമായിട്ട് ചിന്തിക്കാനേ പറ്റില്ല. കുറെ പടങ്ങൾ സലാറും KGF ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് റിയലി വണ്ടർഫുൾ ഫിലിം. ഇത് പടമാണ്, സിനിമയാണ്. അടിപൊളിയായിരുന്നു. 100% സാറ്റിസ്ഫൈഡ്. മോഹൻ എല്ലാവരുടെയും പെർഫോമൻസ്, കാസ്റ്റിങ്ങും പെർഫോമൻസ്, മേക്കിംഗ് സ്റ്റൈൽസ്, BGM, ജേക്സ് ബിജയൊക്കെ അടിപൊളി. ഒരു രക്ഷയില്ലാത്ത പടം. എമ്പുരാനൊന്നുമല്ല, പിക്ചർ എന്ന് പറഞ്ഞാൽ കോടികൾ കയറും. ലാലേട്ടൻ തിരിച്ചു വന്നു. ലാലേട്ടൻ ഇവിടെ തന്നെ ഉണ്ട്, തിരിച്ചു വരേണ്ടതില്ല. സൂപ്പർ മൂവി. ഒരു രക്ഷയില്ലാത്ത പടമാണ്. കിടലൻ പടം. ഒരുപാട് നാളിന് ശേഷമാണ് നമ്മൾ നെഞ്ചും വിരിച്ച് ഇറങ്ങി വരുന്നത് ലാലേട്ടൻ്റെ പടം കണ്ട്. അല്ലേ ഇഷ്ടപ്പെട്ടോ? വെടിയും വേണ്ട, പുകയും വേണ്ട, ഒന്നും വേണ്ട. ഇതാണ് നമ്മൾ ആഗ്രഹിച്ച ലാലേട്ടൻ. ഒന്നും വേണ്ട, ഹെലികോപ്റ്റർ വേണ്ട, റോക്കറ്റ് വേണ്ട, ഒന്നും വേണ്ട. ഇതാണ് ലാലേട്ടൻ. മലയാളികൾ ആഗ്രഹിക്കുന്ന ലാലേട്ടൻ ഇതാണ്. അടിപൊളി പടം. അടിപൊളി പടം. സൂപ്പർ പടം. ഒരു രക്ഷമില്ല. ഫാമിലി ആയിട്ട് മസ്റ്റായിട്ട് ഒന്ന് കാണണം. നമ്മൾ എമ്പുരാനിൽ നിന്ന് എന്താണോ എക്സ്പെക്ട് ചെയ്ത് അത് മൂവി ഡെലിവർ ചെയ്തിട്ടുണ്ട്. ലാലേട്ടനെ കുറേ നാൾക്ക് ശേഷം ഭയങ്കര സെറ്റായിട്ട് കാണാൻ പറ്റി. വെരി ഹാപ്പി. താങ്ക് യു തരുൺമൂർത്തി, താങ്ക് യു. സെറ്റാണ്, ലാലേട്ടൻ സെറ്റാണ്. താങ്ക് യു. നല്ല സെറ്റ് പടം. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ്. ലൈക്ക് ഞാൻ ഇമോഷണൽ ആവുന്ന ഭയങ്കര നല്ല പടം. ലാലേട്ടൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് കിട്ടിയത്. എമ്പുരാനിൽ എക്സ്പെക്ട് ചെയ്ത് ഇന്നാണ് കിട്ടിയത്. ഐ എം സോ ഹാപ്പി. ഒരു ഫിലിം കേട്ടോ. യഥാർത്ഥം പറഞ്ഞാൽ ഞാനൊരു മമ്മൂട്ടി ഫാനാണ്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് പടം ഇഷ്ടപ്പെട്ട്. സൂപ്പർ ഫിലിം. പഴയ മോഹൻലാൽ തിരിച്ചു കൊണ്ടുവന്നു. കറക്റ്റാണ്. എന്നുവെച്ചാൽ അത്രയും പെർഫെക്റ്റാണ്. നമുക്ക് കുറേ കാലം കൊണ്ട് മോഹൻലാലിൻ്റെ പടം ഒന്നും കിട്ടുന്നില്ല. പക്ഷേ ഇത് കറക്റ്റാണ്. നമുക്കൊരു ഇത് തിരിച്ചു കൊണ്ടുവന്നു മോഹൻലാലിനെ. ഞാൻ മമ്മൂട്ടി ഫാൻസായിട്ട് പറഞ്ഞല്ല, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പടം. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഫിലിമായിരുന്നു. ദൃശ്യം കണ്ടൊരു എഫക്റ്റ് ഉണ്ടായിരുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ബോറൊന്നും അടിച്ചില്ല. നല്ല രസമുണ്ടായിരുന്നു. ത്രൂ ഔട്ട് ലാലേട്ടൻ ആണ് മൊത്തത്തിൽ. എല്ലാ എക്സ്പ്രഷൻ, ഫൈറ്റ് എല്ലാം ഒരു രക്ഷയില്ല. അടിപൊളി. തൂക്കി. തരുൺമൂർത്തി ലാലേട്ടൻ ഏത് രീതിയിലാണോ പ്രസന്റ് ചെയ്തേക്കുന്നത്, എന്താണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ആ സാധനത്തിൽ മൊത്തത്തിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് പാക്കേജ് ആണ്. കംപ്ലീറ്റ് എന്റർടൈനറാണ്. ഒരു രക്ഷയില്ല. അടിപൊളിയാണ്. ഐ വുഡ് സേ ലാലേട്ടൻ ഈസ് ബാക്ക്. അതാണ് ഒരു കംപ്ലീറ്റ് പാക്കേജ് പടം. പ്രോപ്പർ ലാലേട്ടനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റിയ പടം. നൈസായിരുന്നു. നൈസ് പടമാണ്. എല്ലാവരും പോയി കാണണം. അടിപൊളി പടം. ലാലേട്ടൻ കം ബാക്ക്. അത്രേ ഉള്ളൂ. സൂപ്പർ. അടിപൊളി. സൂപ്പർ. മോൻ അഭിനയിച്ചിട്ടുണ്ട്. സൂപ്പറായിരുന്നു. എൻ്റെ മോനാണ് അതിൽ മോൻ്റെ കുട്ടിക്കാലമായിട്ട് അഭിനയിച്ചത്. അപ്പം നന്നായിരുന്നു. കൊള്ളായിരുന്നു. നല്ല പടം. സൂപ്പർ. നല്ല മൂവിയായിരുന്നു. സൂപ്പറായിരുന്നു. ലാലേട്ടനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. എമ്പുരാനെക്കാളും സൂപ്പറായിട്ട് വരുന്നു. നല്ല പടമായിരുന്നു. ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ ഒരു പടമാണ്. സൂപ്പറായിരുന്നു. എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു പടമാണ്. സൂപ്പർ. കിടിലം. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പ്രതീക്ഷണങ്ങളും അപ്പുറം. കിടിലം പടം. അടിപൊളി പടം. മോഹൻലാലിനെ യൂസ് ചെയ്തിട്ടുണ്ട്. മോഹൻലാലിനെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് തരുൺമൂർത്തി കാണിച്ചു തന്നിട്ടുണ്ട് ഇതിനകത്ത്. പൃഥ്വിരാജിൻ്റെ അടുത്ത് മുരളി ഗോപിയുടെ അടുത്തൊക്കെ പോയി ഒരു ട്യൂഷൻ എടുക്കാൻ പറയുന്നത് ഇതിനകത്ത്. ഈ വാത്താളം അടിക്കുന്നതല്ല സിനിമ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഇൻഡസ്ട്രികളിലും തമിഴ്നാട്ടിലും മറ്റേ കർണാടകയിലും പോയി ഇൻ്റർവ്യൂ കൊടുത്തിട്ട് സിനിമ ഉണ്ടായിക്കൊണ്ട് പറഞ്ഞല്ല. ഇതാണ് സിനിമ. സിനിമ എന്താണെന്ന് പ്രേക്ഷകർ പറയും കണ്ടിട്ട്. ഇതാണ് ലാലേട്ടൻ നമുക്ക് തിരിച്ച് കിട്ടിയിരിക്കുകയാണ്. ഇത് ഇങ്ങനെയാണ് ലാലേട്ടനെ തിരിച്ച് കിട്ടേണ്ടത്. അല്ലാതെ കോട്ടിട്ട കോമാളത്തിനും കാണിക്കുന്ന ലാലേട്ടനല്ല നമുക്ക് ആവശ്യം. മുണ്ടെടുത്ത് ഇതേപോലെ ഇറങ്ങി വരണം ലാലേട്ടൻ. ഇങ്ങനെ സിനിമകളോളം ചെയ്യുക. ഇതേപോലത്തെ ഡയറക്ടേഴ്സിന് ഡേറ്റ് കൊടുക്കണം. അതായത് സ്ഥിരം ഒരേ ഡയറക്ടേഴ്സിനെ വെച്ച് സിനിമ ചെയ്യുന്ന ലാലേട്ടന് ഇങ്ങനത്തെ ഇതേപോലത്തെ ഡയറക്ടേഴ്സിനെ കിട്ടണം. പുതുമുഖ ഡയറക്ടേഴ്സിനെ കൊണ്ടുവരണം. ഞാൻ ഒരു മമ്മൂട്ടി ഫാനാണ്. എൻ്റെ മനസ്സിൽ മോഹൻലാൽ ഫാൻ ഇതിൽ ഉണർന്നു കഴിഞ്ഞു. കാരണം നമുക്ക് കിട്ടിയിട്ടില്ല ഇതുപോലത്തെ ഒരു ലാലേട്ടൻ. എത്ര വർഷങ്ങളായി നമുക്ക് ഇതുപോലൊരു ലാലേട്ടനെ കണ്ടിട്ട്. ഒരു ലൂസിഫർ പോലും ഒന്നുമല്ല ഈ സിനിമയിൽ മുമ്പ് വെച്ചിട്ട്. നിങ്ങൾ പോയി കാണണം. കണ്ടിട്ട് അവസാനം മോഹൻലാൽ കുറ്റം പറയുന്ന ഒരു ഇത് കയറി കാണണം.
ഞാനും പറഞ്ഞിട്ടുണ്ട് കുറ്റം, എമ്പുരാനിലും പറഞ്ഞിട്ടുണ്ട്, ലൂസിഫറിലും പറഞ്ഞിട്ടുണ്ട്. ലൂസിഫറിൽ അത്രയില്ല, എമ്പുരാനിൽ എനിക്ക് മോശമായിട്ടുള്ള ഇൻ്റർവ്യൂ ആണ് ഞാൻ കൊടുത്തത്. പക്ഷേ ഈ സിനിമ നിങ്ങൾ കേൾക്കണം, ഇതിനകത്ത് നെഗറ്റീവ് പറയാൻ ഒന്നുമില്ല. ഇതിനകത്ത് നെഗറ്റീവ് പറയുന്നവനെ വേണം പറയാൻ. ഇതിനകത്ത് ഒരു നെഗറ്റീവും ഇല്ല ഈ പടം. ഈ സിനിമ പറയും, നമുക്ക് ആരും പറയണ്ട, വേറെ ആരും പറയണ്ട. സിനിമ കയറി കണ്ടു കഴിഞ്ഞാൽ അവർക്ക് സിനിമ പറഞ്ഞു കൊടുക്കും എന്താണ് മോഹൻലാലെന്ന്, എങ്ങനെയാണ് മോഹൻലാലിനെ യൂസ് ചെയ്യേണ്ടതെന്ന്. ഇതുപോലൊരു സിനിമ കഥയും ഇതുപോലൊരു ഡയറക്ടർ ഉണ്ടെങ്കിൽ മോഹൻലാലിന് കയറി വരാൻ പറ്റുമെന്നുള്ളത് 10 പടം പൊട്ടിയാലും 100 പടം പൊട്ടിയാലും ഇതുപോലുള്ള ഒരു പടം മതി മോഹൻലാലിന് കയറി വരാനെന്നുള്ളത് മോഹൻലാൽ തെളിയിച്ച് കഴിഞ്ഞു.